ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടായെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ തന്ത്രിയെ കേസിൽ കുടുക്കിയതാണെന്നാണ്, അദ്ദേഹത്തിന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ സ്വാഭാവികമായ വാദമെന്ന് പറയുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് കൊല്ലത്തുനിന്ന്. നോക്കാം പ്രധാനപ്പെട്ട വാദഗതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ മുൻപിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. ഇവിടെ തന്ത്രിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും. സ്വാഭാവികമായും അതിനുള്ള തെളിവുകളടക്കം അവരുടെ മുൻപിൽ ഉണ്ടാകുമല്ലോ, അതല്ലാതെ അത്തരമൊരു നിഗമനത്തിലേക്ക് അവർ പോകാൻ സാധ്യതയില്ല. മറുഭാഗത്ത് തന്ത്രി പക്ഷത്തിന്റെ വാദം എന്താണ്? അവർ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഏത് രീതിയിലാണ്? ഈ മകരവിളക്ക് കാലത്ത് അതിൻ്റെ പൂജയുമായും അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ സന്നിധാനത്തുണ്ടാകേണ്ട അല്ലെങ്കിൽ സന്നിധാനത്ത് വന്ന് എല്ലാ സമയത്തും നിലകൊണ്ടിരുന്ന ഒരു തന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്നു എന്ന് പറയുന്നതാണ് മനു ഇതിൻ്റെ ഒരു ആകത്തുക. അതായത് ഈ ആചാരലംഘനം നടത്തി എന്നൊരു കുറ്റകരമായ ഒരു ആരോപണം ഈ തന്ത്രിക്കെതിരെ, അതായത് വിശ്വാസികളെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ആചാര കാര്യങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രിയാണ്. ആ തന്ത്രി തന്നെ ആചാരലംഘനത്തിന് കൂട്ടുനിന്നു. അത് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ മൗനാനുവാദം നൽകി, ഈശ്വരൻ്റെ, ഭഗവാന്റെ, അയ്യപ്പൻ്റെ ആജ്ഞ വാങ്ങിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന തന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും തന്ത്രിക്കെതിരെ ഉയർത്തുന്ന SIT ഉയർത്തുന്ന ആരോപണങ്ങൾ. അതിനൊരു റിമാൻഡ് റിപ്പോർട്ടിൽ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കാനാണ് തന്ത്രി അനുകൂലികൾ ശ്രമിക്കുന്നത്. ഒരു ആചാര ലംഘനത്തിന്റെ പേരിൽ ഇങ്ങനെ അകത്തിടാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ആചാര ലംഘനം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു മന്ത്രം മറന്നുപോയതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാവിധി മാറിപ്പോയതോ അല്ല. ഈ സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അത് അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് ആചാരം. അത് ലംഘിച്ചുകൊണ്ട് ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതാണ് ഇവിടുത്തെ ആചാര ലംഘനം. പക്ഷേ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, അത് ഇതിലുള്ള നിയമപരമായ ഒരു തെറ്റ്. ഈ ആജ്ഞ എന്ന് പറയുമ്പോൾ അത് ഭഗവാനോട് ഈ സ്പിരിച്വൽ എന്നൊക്കെ ഇവർ പറയുമ്പോഴും അതിനുള്ളിൽ മറ്റൊരു ഘടകമുണ്ട്. മുൻ തന്ത്രിമാരൊക്കെ ഇതുപോലെ എന്തെങ്കിലും അവിടെ നിർമ്മാണ പ്രവർത്തികളോ എന്തെങ്കിലും നടക്കുമ്പോൾ ആജ്ഞ വാങ്ങിയിട്ട് അത് നിലവിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ പ്രകാരം രേഖാമൂലം തന്നെ അതിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇത് പാടില്ല അല്ലെങ്കിൽ ആകാം എന്ന് പറയുന്ന തരത്തിലുള്ള കത്ത് നൽകണം. പക്ഷേ ഈ വിഷയത്തിൽ തന്ത്രി ഇക്കാര്യത്തിലെല്ലാം മൗനം പാലിച്ചു. കൊണ്ടുപോയപ്പോഴും അനങ്ങിയില്ല, തിരിച്ചു വന്നപ്പോഴും അനങ്ങിയില്ല. അവിടെ എല്ലാം ആ സമയത്തും എല്ലാം ഈ പോറ്റി തന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം 2007 ആ കാലഘട്ടം മുതൽ UDF സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഈ പറഞ്ഞ തന്ത്രി ഈ പോറ്റി അവിടെ കീഴ്ശാന്തിയായി കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ഒരു ഏജൻ്റായി ഈ പലതരത്തിലുള്ള മാഫിയ കണക്ഷൻസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഇതൊരു വ്യാപാര മേഖല കൂടിയാക്കി ഇവർ മാറ്റി എന്നുള്ളതാണ് ഇവർക്കെതിരെ ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്ന ഒരു ആരോപണം. ഈ പോറ്റിയെ അകത്തോട്ട് കയറ്റിയതിന് ശേഷം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ ശേഷം അതുവഴി അയാൾ വഴി പലതരത്തിലുള്ള ഈ ആചാരവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവർക്ക് ആവശ്യമായ പൂജകളും മറ്റു കാര്യങ്ങളും ഇതുപോലെ ഈ കട്ടളപ്പാളികൾ കൊണ്ട് ഇളക്കി വല്ലവരുടെയും വീടുകളിൽ കൊണ്ടുവച്ച് അവർക്ക് തൊഴാൻ അനുവാദം കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ ബിസിനസ്സാക്കി അതിനെ മാറ്റി അതിലൂടെ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ഇത് നടത്തി. അതായത് ഒരേ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള KS രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഒരേ സമയം ഭഗവാനെയും വിശ്വാസികളെയും വഞ്ചിച്ചയാളാണ് തന്ത്രി എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു. ഇപ്പോൾ RSSും BJP പ്രവർത്തകരും മുഴുവനും തന്ത്രിക്കൊപ്പം അണിനിരക്കുന്നത്, വചസ്പതി ഉൾപ്പെടെ ജയിലിൽ പോയി പിന്തുണ പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് ഇവർ ആചാരത്തിന് വേണ്ടി വാദിക്കുകയും മറുഭാഗത്ത് ആചാരലംഘനം നടത്തിയ തന്ത്രിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അവിടെ തന്നെ BJPയിൽ ഒരു സ്പ്ലിറ്റ് വരുന്നു. രാധാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം BJPയിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നമുക്ക് അദ്ദേഹം അതിൻ്റെ അഭിമുഖം തരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാക്കുകൾ നമ്മുടെ പക്കൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ രണ്ട് തരം ഇത് ഉണ്ടാവും. ഇപ്പോൾ ഈ BJPയിൽ തന്നെ ഈ BJPക്കാർ തന്നെ എന്തിനാണ് ഈ തന്ത്രിക്ക് പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹം ഇതിലിപ്പോൾ നേരത്തെ CPMനെ പഴിചാരിക്കൊണ്ട് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ തന്നെ
ബഹുഭൂരിപക്ഷം ആളുകൾ, അതിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ നേതാക്കന്മാരുൾപ്പെടെയാണ് ഏറ്റവും ഒടുവിൽ അത് സോണിയാഗാന്ധിയിൽ വരെ എത്തി നിൽക്കുന്നു ആ കുറ്റാരോപണങ്ങൾ. അപ്പോഴാണ് തന്ത്രി സമൂഹത്തോട് ധാരണയിലേക്ക് വരുന്നുണ്ട്. പോറ്റി കയറി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കയറുന്നത് നമ്മൾ കണ്ടതാണ്. അത് ആരവിടെ കൊണ്ടുപോയി കയറ്റി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അടൂർ പ്രകാശിന്റെ കൂടെയാണല്ലോ പോയിരിക്കുന്നത്. അടൂർ പ്രകാശ് പറയുന്നു, ഞാനല്ല അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്, പോറ്റി എന്നെ അവിടുന്ന് വിളിച്ചതാണ്. അപ്പോൾ അടൂർ പ്രകാശിനേക്കാളും മുകളിലുള്ള ആരോ ആണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അടൂർ പ്രകാശിനെ അങ്ങോട്ടേക്ക് വിളിക്കാനുള്ള ബന്ധം എന്താണ്? ഈ സ്ഥലത്തെ MP അല്ലാതിരുന്നിട്ടും ഈ സന്നിധാനത്ത് ഈ പോറ്റിയുടെ അന്നദാനം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോയത് അടൂർ പ്രകാശിനെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. അതതിൻ്റെ രാഷ്ട്രീയ വശമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് ഈ ജാമ്യ ഹർജി വരുമ്പോൾ SIT തന്ത്രിക്കെതിരെ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള തന്ത്രിയുടെ വാദം എന്താണ്? തന്ത്രി പറയുന്നത് ഇതൊക്കെ സ്പിരിച്വലാണ്, ഒരിക്കലും തന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് താൻ പോയിട്ടില്ല, തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇതുപോലെയുള്ള ഈ സ്വർണ്ണ മോഷണത്തിലൊന്നും തൻ്റെ അറിവോട് കൂടി നടന്ന കാര്യങ്ങളല്ല. ഈ കാര്യങ്ങൾ സ്വാഭാവികമായും ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ പോലും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതി പറയും. അതേപോലൊരു വാദഗതികൾ മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന തന്ത്രിയും ഇന്ന് കോടതി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അദ്ദേഹത്തെ കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ, ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കുന്ന സമയത്ത് അന്നും അഭിഭാഷകർ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കിതിൽ എന്ത് ബന്ധം, ഞങ്ങളാണോ ഈ സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാൻ ഈ വെള്ളം ഇതെല്ലാം പോയി എന്ത് വേണേലും ചെയ്തോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിൽ ആജ്ഞ വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ SITയുടെ ഈ കണ്ടെത്തലുകളൊക്കെ ബാലിശമാണ്, അതൊരിക്കലും കോടതിയിൽ നിലനിൽക്കില്ല, അത് ഞങ്ങൾ ശക്തിയുറ്റം അതിനെ എതിർക്കും, ഞങ്ങളത് വാദിക്കും, ഞങ്ങൾ നീതി വാങ്ങിയിരിക്കും എന്നൊക്കെയാണ് ഈ അഭിഭാഷകർ ഇല്ലയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ സ്വർണം കൊണ്ടുപോകാൻ പറഞ്ഞില്ല എന്ന് ഇവർ വാദിക്കുമ്പോൾ ഈ സ്വർണം കൊണ്ടുപോയത് കണ്ടിട്ടും എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇപ്പോൾ ഈ കട്ടിളപ്പാളിയിലെ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. അന്ന് തന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള പൂജാ ദിവസങ്ങളിൽ തന്ത്രി ശ്രീകോവിലിനുള്ളിൽ കയറിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണപ്പാളി അവിടെ ഇല്ലാത്ത തന്ത്രിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചോ? ഇല്ല. കത്ത് മുഖേനയോ രേഖാമുഖേനയോ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ഇത് തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ നടന്നത്, മൗനാനുവാദം കൊടുക്കുകയായിരുന്നു എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം തന്ത്രിക്കെതിരെ വരുന്നത് ഈ പോയിന്റുകളിലല്ലേ? ഉറപ്പായും. അതായത് രേഖാമൂലം ഇതിലിപ്പോൾ ഇത് അനുകൂലിക്കുകയാണെങ്കിലും പ്രതികൂലിക്കുകയാണെങ്കിലും ആചാരവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ശ്രീകോവിലിന് മുന്നിലുള്ള ഇതുപോലെയുള്ള കട്ടളപ്പാളികളോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളോ അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെന്തെങ്കിലും ആചാര ലംഘനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് അവിടുന്ന് കൊണ്ടുപോകേണ്ടതാണോ, സന്നിധാനത്ത് വെച്ച് തന്നെയാണോ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നത്? ആ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ട ഒരാളാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏത് നിർദ്ദേശം കൊടുത്താലും അതിൻ്റെ അവസാന വാക്ക്, അതായത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ശ്രീകോവിലുള്ള അകത്തോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, ചുറ്റിലുമുള്ള സ്വർണ്ണ പാളികളുമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുമ്പോൾ അവിടെ ഈ തന്ത്രിക്ക് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അദ്ദേഹം അത് ആജ്ഞ വാങ്ങണം എന്ന് മാത്രമല്ല, രേഖാമൂലം തന്നെ അതിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ അറിയിക്കണം, ഞാൻ ഇതിൽ എതിർപ്പുണ്ട്, ഇത് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഈ രണ്ട് കാര്യങ്ങളിലും രേഖാമൂലമുള്ള ഒരു കൈമാറിയിട്ടില്ല, ആജ്ഞ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് കുറ്റകരമായ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം. SIT അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ ഇത് ആജ്ഞ വാങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അത് സ്പിരിച്വലായിരിക്കാം, അത് SIT പിന്നെയും അംഗീകരിക്കും. പക്ഷേ എന്തുകൊണ്ട് രേഖാമൂലം ചെയ്തില്ല? മുൻ തന്ത്രിമാർ ഇക്കാര്യങ്ങളിൽ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. തന്ത്രിമാർ, അത് നിയമമാണ്, മാനുവലാണ്. ആജ്ഞ വാങ്ങി കഴിഞ്ഞ് രേഖാമൂലം തന്നെ അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് മറുപടി നൽകണം, രേഖാമൂലം തന്നെ മറുപടി നൽകണം. ആ രേഖാമൂലമുള്ള മറുപടി നൽകാത്തതാണ് ഇപ്പോൾ SIT ഈ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അതൊരു ഗൂഢാലോചന, കോൺസ്പ്രസി ഉണ്ട് എന്നുകൂടി പറയുന്നു. ഈ മൗനാനുവാദം എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്പ്രസിയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്യാൻ കൂട്ടുനിന്നു, അല്ലെങ്കിൽ സ്വർണ്ണമോഷണത്തിന് ചെയ്യുന്നതിന് വേണ്ടി ആ സംഘത്തിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തലാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും നമുക്ക് നോക്കാം രാജ്കുമാർ, കോടതിയുടെ തീരുമാനം എങ്ങനെ വരുമെന്ന്. തന്ത്രിയുടെ ജാമ്യ ഹർജി, കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കോടതിയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. പ്രധാനപ്പെട്ട വാദങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇപ്പോൾ രാജ്കുമാർ നമ്മളോട് സംസാരിച്ചത്.